കുറേ നാൾ കൂടി വീട്ടിലൊന്നും നിൽക്കാൻ വന്നതാണ്. രാവിലെ തന്നെ എനിക്ക് മുറ്റത്തേക്ക് നോക്കി കാറ്റും കൊണ്ട് എങ്ങനെ ഇരിക്കാൻ തന്നെ നല്ലൊരു ഇങ്ങനെ മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പൊതുവെ ഇത്തിരി ചൂട് കുറവുണ്ട് കേട്ടോ വീട്ടിലേക്ക്. അന്ന് ദിവസം ഏതായാലും കൊള്ളാം. ഇവിടെ ഇന്ന് കുറേ പണികളുള്ള ഒരു ദിവസമായിരുന്നു. അതുകൊണ്ട് തന്നെ സേബയും കിച്ചും കൂടെ രാവിലെ ചെടി നനപ്പ. കാലത്ത് തന്നെ അമ്മ സ്പെഷ്യൽ അപ്പവും ചിക്കൻ കറിയും ഉണ്ടായിരുന്നു. അമ്മയ്ക്ക് ചെറുതായിട്ട് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങളൊന്ന് വന്ന് പെട്ടതും അങ്ങനെ ഒരു ദിവസമാണ്. ഏതായാലും വന്നതല്ലേ അമ്മേനെ ഒന്ന് സഹായിച്ചേക്കാന്ന് വിചാരിച്ചു. ഈ ഉള്ളിയൊക്കെ എരിഞ്ഞ് ചട്ടിക്കകത്തിട്ട് വഴറ്റുക അത് മാത്രമേ ഉള്ളൂ എന്റെ പണി. ബാക്കി മസാലപ്പൊടി ഇടലും കാര്യങ്ങളെല്ലാം അമ്മ തന്നെയാണ് ചെയ്തത്. എന്റെ ഫേവറേറ്റ് കറി കേട്ടോ, മാങ്ങ മപ്പാസ്. അങ്കാമാലി മാങ്ങാക്കറി അല്ലാതെ തന്നെ മാങ്ങ പാലൊഴിഞ്ഞ് വെക്കണം. ഇത് കൂട്ടി ഒരു ഉണക്കമീനോട് ഉണ്ടെങ്കിൽ ചോറുണ്ണാൻ നല്ല ടേസ്റ്റാണ്. ആദ്യം പറഞ്ഞ പോലെ മാങ്ങാക്കറിക്കും ചിക്കൻ കറിക്കൊക്കെ ഉള്ളി വെട്ടി കൊടുക്കൽ എന്റെ പണി. ബാക്കി മസാലയും കാര്യങ്ങളൊക്കെ ഇട്ടത് അമ്മയാണ്. പിന്നെ കായും പയറും ക്യാരറ്റും കൂടെ കൂട്ടി തോരനുണ്ടായിരുന്നു, ചമ്മന്തി ഉണ്ടായിരുന്നു, സാമ്പാർ ഉണ്ടായിരുന്നു. അതൊക്കെയായിരുന്നു മറ്റുള്ള കറികൾ. ചോറൊക്കെ പിന്നെ വിറകടുപ്പിൽ വെച്ചിട്ട് പുറത്താണല്ലോ ഉണ്ടാക്കുന്നത്. അതും കൂടെ ഗ്യാസിൽ വെക്കാൻ മുതലാവുന്ന കാര്യമല്ല. പണിയെല്ലാം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ചുമ്മാ ഒന്ന് റോഡിലോട്ട് ഇറങ്ങിയതാട്ടോ. അന്നേരം എന്ത് ഇങ്ങനെ വഴിക്ക് നിറയെ ആന്തങ്ങ ഉണ്ടായി നിൽക്കണ്ടായിരുന്നു. രണ്ടും പാവമാണ്, ഞങ്ങൾക്ക് കാവൽ തന്നെയാണ്. പക്ഷെ പിള്ളേർക്ക് ഇവരെ കാണുമ്പോൾ തന്നെ പേടി. പാറക്കുഴി കേട്ടോ, പായലും എത്തി ഇങ്ങനെ കിടക്കണേ. ഇലക്ഷൻ ദിവസം ആയതുകൊണ്ടാട്ടോ ഇന്ന് ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്നത്. അത് കണ്ടപ്പോൾ രസം തോന്നിയിട്ട് ഞാനൊരു വീഡിയോ എടുത്തങ്ങ് വെച്ചു. ഞങ്ങൾ വല്ലപ്പോഴും അങ്ങോട്ട് വന്നോളെങ്കിലും ഇതിന് ഞങ്ങളോട് നല്ല സ്നേഹവും നല്ല ഓർമ്മയാട്ടോ. എപ്പോൾ ഞങ്ങൾ വന്നാലും ഞങ്ങളെ കാണാൻ വേണ്ടി ഇത് വരും. ഇതെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ വീട്ടിൽ ഈ വചനപ്പെട്ടിരിക്കുന്നു. ഇത് ഞങ്ങൾ പണ്ട് മണർകാട് വെള്ളിയപ്പോൾ വാങ്ങിച്ചാട്ടോ. അപ്പോൾ ഇടയ്ക്ക് ഇവിടെ വരുമ്പോൾ ഇതെടുത്ത് ഇങ്ങനെ നോക്കലുണ്ട് എന്താ കിട്ടുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇന്ന് എനിക്ക് കിട്ടിയത് ഇതാണേ. പിള്ളേരാണെങ്കിൽ ഏത് നേരം മൊബൈലാണെങ്കിലും ടി വി ആണല്ലോ. അത് തന്നെ പിള്ളേരെ ഞാൻ പണ്ടത്തെ കുറേ കളികൾ പഠിപ്പിക്കാമെന്ന് വിചാരിച്ചു റാണിയും കോലും കളിക്കാൻ പഠിപ്പിച്ചു കേട്ടോ. ഈ കളി പണ്ട് കളിച്ചിട്ടുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം. ഈ ചെടിയുടെ പേരെന്താണെന്ന് അറിയാവോ? ഇതൊരു ക്രിസ്മസ് ട്രീ പോലെയാണ് കാണാൻ. നല്ല ഭംഗിയാണ്. ക്രിസ്മസ് ട്രീയിൽ ഇങ്ങനെ ബെല്ല് തൂക്കിട്ടേക്കുന്ന പോലെ. ഈ ട്രീയുടെ പേരെന്താ? ഞങ്ങൾ ഇതിന് ക്രിസ്മസ് ട്രീ എന്ന് തന്നെയാണ് പറയുന്നത്. വേറെ എന്തെങ്കിലും പേരുണ്ടോ ഈ ചെടി? അവിടെ പേരക്കയിൽ ഒരു വലിയ പേരക്ക എടുക്കണ്ടായിരുന്നു. കിച്ചുവിനെ പറിച്ചിട്ട് അത് പറിപ്പിച്ചിട്ട് ഞങ്ങളത് അവിടെ നിന്ന് തിന്നു. അപ്പം കാത്തു സൂക്ഷിച്ച് വെച്ചിരുന്ന പേരക്കായിരിക്കും. ഏതായാലും അപ്പയ്ക്ക് ഒരു കഷ്ണം കൊടുത്തിട്ടുണ്ട്. ബാക്കി പരിപാടിയെല്ലാം കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഞങ്ങൾ ചോറിനാൻ പോയി. ചോറിന് ഞങ്ങളുടെ രാവിലത്തെ കറികളെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാം കൂട്ടി ചോറുണ്ണാനും നല്ല ടേസ്റ്റ് ആയിരുന്നു.